ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം BJPക്ക് വലിയ ആഘാതം തന്നെയാണ് നൽകുന്നതെങ്കിൽ പോലും അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർ വിജയത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് നടക്കില്ല എന്നുള്ളത് അവർക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പോലും നയബ് സിംഗ് സൈനി എന്ന പുതിയ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നിലവിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചുവരവാണ് കോൺഗ്രസിന് ഇന്ധനം പകരുന്നത്. 5 ലോക്സഭാ സീറ്റുകൾ BJPയുടെ കൈവശം ഇരുന്നത് പിടിച്ചെടുത്തു. റോഹ്ടക്കിൽ ദീപേന്ദ്ര സിംഗ് ഹൂഡ വിജയിച്ചതിന് ശേഷം രാജ്യസഭാ സീറ്റ് ഒഴിവന്നിരിക്കുകയാണ്. ആ ഒഴിവന്ന രാജ്യസഭാ സീറ്റിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോഴത്തെ ഇലക്ഷൻ പ്രക്രിയ അനുസരിച്ച് 31 സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസിന് നിലവിൽ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെങ്കിൽ JJPയുടെ കൂടി പിന്തുണ വേണം. അതിന് തയ്യാറാണ് എന്ന് ഇതിനോടകം തന്നെ ദുഷ്യന്ത് ചൗട്ടാല പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, വളരെ പ്രമുഖരായ ഒരു നേതാവിനെ നിർത്തുക എന്നുള്ളതായിരിക്കണം അവരുടെ ആവശ്യം, വിജയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം അവരുടെ ലക്ഷ്യം, എന്നാൽ മാത്രമേ ഞങ്ങൾ പിന്തുണയ്ക്കൂ, അതിൽ ഒരു രീതിയിലുള്ള മാറ്റവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. JJP അംഗങ്ങളുടെ JJP ഇനിയുള്ള സമയങ്ങളിൽ താഴെത്തട്ടിൽ പ്രവർത്തകർ വിശദീകരണം തേടി കോൺഗ്രസുമായി ഏത് രീതിയിലാണ് സഹകരിക്കേണ്ടത് എന്നത് വ്യക്തമായി മനസ്സിലാക്കും. അതിനുശേഷം കോൺഗ്രസുമായി സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തും. കൃത്യമായി പറഞ്ഞാൽ 4.5 കൊല്ലം അവിടെ മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രിയായിരുന്നത് കൊണ്ട് തന്നെയാണ് പല സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും കർഷക സമരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അത് JJPക്ക് ലോക്സഭയിലെ സംപൂജ്യതയിലേക്ക് എത്തിച്ചു. അതായത് ഒരു സീറ്റ് പോലും ലഭിക്കാത്തതിന് കാരണമായത് INLDയുടെ പഴയ ശക്തി ദുർഗങ്ങളായ മേഖലയിൽ JJPക്ക് കടന്നു കയറാമായിരുന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് സമ്പൂർണ്ണമായി കെട്ടിവെച്ച കാശ് വരെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ ലളിതമാണെന്ന് ദുഷ്യന്ത് ചൗട്ടാല പറയുന്നു. ഒരു നിയമസഭാ സെഗ്മെൻറ്റിൽ പോലും ലീഡ് കിട്ടാത്തതിൻ്റെ കാരണം ഒരേ ഒരു വിഷയം തന്നെയാണ്. അത് കർഷക സമരം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ BJPക്ക് തിരിച്ചടിയായപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്ന സർക്കാരിൻ്റെ ഭാഗമായി നിന്ന JJPക്കും തിരിച്ചടിയുണ്ടായി. തീർച്ചയായും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസുമായി സഹകരിക്കും. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി അതിനകത്തുള്ള വിവിധ പാർട്ടികളോടൊപ്പം JJPയും ചേരും. രാജ്യസഭയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ട അനിവാര്യത ഉണ്ടെങ്കിൽ അതിനുവേണ്ടി തന്നെ തയ്യാറാകും. അതിനകത്തൊരു മാറ്റവുമില്ല. ഇത്തരത്തിലേക്കായിരിക്കും ഓരോ സമയത്തും മുന്നോട്ട് പോവുക. നയബ് സിംഗ് സൈനി ഇനി അധിക നാൾ മുഖ്യമന്ത്രി കസേരയിലിരിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരുന്ന ദിവസം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു BJPക്ക്. അതാണ് ഹരിയാനയിൽ ഇപ്പോൾ ഉടനീളം കാണുന്നതെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്.